ഹലോ ഗായ്സ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഈ വീക്കിൽ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് സൺഡേ തുടങ്ങി നെക്സ്റ്റ് 4 വർക്കിംഗ് ഡേയ്സിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും നമ്മുടെ സീരീസ്. നമ്മുടെ സ്കൂളിൽ രാവിലെ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ബ്രേക്ക് ഉണ്ട്. ആ ടൈമിൽ നമ്മൾ വീട്ടിൽ വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ആൻഡ് വരുന്ന വഴിക്ക് ഞാൻ ഷോപ്പിൽ കയറി ഉച്ചക്കത്തേക്കുള്ള റൈസും മേടിച്ചാണ് വന്നത്. ആൻഡ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറി, ബിക്കോസ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം ആ കറിയുടെയൊക്കെ സ്മെല്ല് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറി. ആൻഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ ഞാൻ ഇന്നലെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അത് നല്ല പൊങ്ങി നല്ല സെറ്റായിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീക്ക് നമ്മൾ ഈ മാവ് വെച്ചിട്ടാണ് ഓടിക്കാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞാൻ ഈ മാവ് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഊത്തപ്പമാണ്. കുറേ നാളായി ഞാൻ ഊത്തപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്ക് ഊത്തപ്പം കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ആയിട്ട് ഉണ്ടാക്കിക്കൂടാ. ഞാൻ എപ്പോഴും മാവ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 1 വീക്കിലത്തേക്കിനാണ് മാവ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. 45 മിനിറ്റ്സ് ആണ് നമുക്ക് ബ്രേക്കെങ്കിലും ബ്രേക്കിന് മുന്നേ നമുക്ക് ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ ഒരു ഊത്തപ്പം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിയത്. നോർമലി നമ്മൾ ബ്രേക്കിന് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കും, അതിൻ്റെ കൂട്ടത്തിൽ ലഞ്ചും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. സമയമുണ്ടെങ്കിൽ കറിയും കൂടെ ഉണ്ടാക്കും. സമയമില്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ചോറ് മാത്രം റെഡിയാക്കി വെച്ചിട്ട് പോകും. പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് കറി റെഡിയാക്കുന്നത്. സാധാരണ ഞാൻ ബ്രേക്കിന് വരുന്ന സമയത്ത് കറിയും കൂടി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കറിയെങ്കിൽ ഒരു കറി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലും സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് കഷ്ടപ്പെടേണ്ട. വരിക, ഫുഡ് കഴിക്കുക, പിന്നെ ഒരൊറ്റ ഉറക്കം. എന്താ സുഖം. സ്കൂളിൽ നിന്ന് വരിക എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് വരുന്ന കാര്യം കേട്ടോ. അതായത് നമുക്ക് സ്കൂൾ ഉച്ച വരെയേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് ഒരുറക്കം, പിന്നെ നമ്മൾ വൈകുന്നേരം എണീക്കത്തുള്ളൂ. എന്താണെന്നറിയില്ല, ഇവിടെ മോൾദീവ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ശീലമായിട്ട് മാറി. ബിക്കോസ് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം നമ്മൾ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞൊരു ഉറക്കം അത് നിർബന്ധമാണ്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന നെയ്യ് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. വീട്ടിൽ മമ്മി ഉണ്ടാക്കിയ നെയ്യാണ്. നമുക്ക് വീട്ടിൽ നല്ല പാല് കിട്ടുന്നത് കൊണ്ട് അതിൽ നിന്ന് ആവശ്യത്തിന് നെയ്യ് കിട്ടും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണിത്. ആൻഡ് ദാറ്റ് സംതിങ് ഐ റിയലി മിസ് ഹിയർ. അങ്ങനെ നമ്മുടെ ഊത്തപ്പത്തിൻ്റെ 1 സൈഡ് റെഡിയാണ്. ആൻഡ് ഞാനത് ഫ്ലിപ്പ് ചെയ്തിട്ടു. ഈ ഊത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗീ കൂടുതൽ, നമ്മുടെ നെയ്യ് കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനൊരു ഫ്ലേവർ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. ആൻഡ് ഊത്തപ്പം തന്നെ പല ടൈപ്പ് ഉണ്ട്. അനിയൻ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്, ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്, പിന്നെ ചീസ്, അതുപോലെ തന്നെ മസാല, പിന്നെ പൊടി ഊത്തപ്പം, അങ്ങനെ പല ടൈപ്പ് ഊത്തപ്പം ഉണ്ട്. ആൻഡ് ഞാൻ എല്ലാം ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ഊത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് വൺ തിങ് ഞാൻ മറന്നുപോയി. എൻ്റെ കയ്യിൽ ഇഡ്ഡലിപ്പൊടി ഉണ്ടായിരുന്നു. ആ ഇഡ്ഡലിപ്പൊടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യായിരുന്നു, ആ ചൂടോടെ ആഡ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ അത് ഇടാൻ മറന്നുപോയി. പിന്നീട് ഞാനിത് വാങ്ങി വെച്ച് അടുത്ത ഊത്തപ്പം വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇഡ്ഡലിപ്പൊടിയുടെ കാര്യം ആലോചിച്ചത്. പിന്നീടാണ് ഞാൻ ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുത്തത്. ആ ചൂടോടെ ആ ഇഡ്ഡലിപ്പൊടി ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വന്നേനെ. ആൻഡ് ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി, പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, ഭയങ്കര അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ് സോ 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 മച്ച്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് വീഡിയോസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.